അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് വന്ന് കുറച്ചധികം നേരമൊക്കെ റെസ്റ്റ് എടുത്ത ശേഷമാണ് കേട്ടോ ബാക്കി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ ബീഫ് ഒന്ന് കഴുകി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് വേഗം തന്നെ അലക്കാൻ നിന്നു കേട്ടോ. കാരണം വെയിലുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് എന്തായാലും മഴ ഉറപ്പാണ്. അപ്പോൾ മഴ വരുമ്പോഴത്തേക്കും വേഗം അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയതെൻ്റെ പൊന്നോ, ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. വീതനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയതൊക്കെ അതേ കോലം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പണി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കലായിരുന്നു. എനിക്ക് വേറെ എന്തൊക്കെ പണിയൊക്കെ ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിലും ഈ കിച്ചൺ ക്ലീൻ ചെയ്യുക, വീതന തുടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കാരണം ഞാൻ കൂടുതൽ ടൈമും എനിക്ക് എന്താ പറയുക, എൻ്റെ വീതന ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റത്തെ പണി അത് തന്നെ ആയിരിക്കും എപ്പോഴും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും കുക്ക് ചെയ്യാൻ വരെ നിൽക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ വീതനയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടു. അതിന് ശേഷമാണ് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങിയത് കേട്ടോ. പാത്രങ്ങൾ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ കഴുകിയെടുത്തു. ഇപ്പം നിങ്ങൾ കാണാൻ നല്ല സ്പീഡിലാണെന്നുണ്ടെങ്കിലും ഇത്രയും സ്പീഡിലൊന്നും അല്ല കേട്ടോ നമ്മൾ കഴുകുന്നത്. പിന്നെ മഴക്കാലം തുടങ്ങിയ ശേഷമാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കാറുള്ളത് എല്ലാവരും. ഇപ്പോൾ പിന്നെ ഈ ജലദോഷവും ചുമയും ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ച വെള്ളം അങ്ങനെ കുടിച്ച് ശീലിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞു. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അഴിച്ചു വാരി തുടക്കലൊക്കെ ഉള്ളൂ കേട്ടോ പണി. അപ്പോഴത്തേക്കും പിന്നെ വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെയ്ച്ചോറാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് കൊണ്ടുപോകാനും പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും. അങ്ങനെ നെയ്ച്ചോറും ബീഫും സാലഡും അച്ചാറൊക്കെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി അടിച്ചു വാരി തുടക്കാനൊക്കെ വേണ്ടി. ഞാൻ എന്തായാലും ഫുഡ് ആയിക്കട്ടെ. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചില്ലേ?